സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളും ഇപ്പോൾ നാളത്തേക്കുള്ള പൊങ്കാല അടുപ്പുകളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അമ്മമാരൊക്കെ തന്നെ കാത്തിരിക്കുന്നത് നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നാളെ പകൽ സമയത്തോടു കൂടി തന്നെ പൂർത്തിയാകുന്നത്. ആറ്റുകാല അമ്മയെ ഒരു നോക്ക് കാണുന്നതിനും അമ്മയുടെ മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അമ്മയുടെ ചൈതന്യം നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ അമ്മമാരൊക്കെ തന്നെ ഇവിടെ കാത്തിരിക്കുന്നത്. ഇന്ന് പകൽ സമയത്തെ ചൂടും അതുപോലെ തന്നെ ഈ രാത്രിയിൽ വരാൻ പോകുന്ന തണുപ്പുമൊക്കെ മറികടന്നുകൊണ്ട് ഈ അമ്മമാർ ഇവിടെ ഇരിക്കുന്നത് ആറ്റുകാല അമ്മയുടെ ചൈതന്യം നേടിയെടുക്കുന്നതിന് തന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റോഡിൻ്റെ ഇരു സൈഡുകളിലും ഇപ്പോൾ പൊങ്കാല അടുപ്പുകളൊക്കെ തന്നെ നിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒട്ടനവധി ആളുകളാണ് പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. എത്രാമത്തെ പ്രാവശ്യം പൊങ്കാലയ്ക്ക്? ഞാൻ എണ്ണമില്ല, ഏകദേശം ഒരു 8-9 തവണയെങ്കിലും ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഈ പൊങ്കാലയ്ക്ക് ഉണ്ടോ? പ്രത്യേക ആവശ്യങ്ങളുണ്ട്. പിന്നെ ഇതിനു മുമ്പും എല്ലാ അമ്മ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും വരുന്നത്. 30 വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നു. മോക്ക് സുഖമില്ല, തലവേദനയായിരുന്നു. അതിന് ഞാൻ മണ്ടപ്പൊറ്റ് പുഴുങ്ങുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കളെ അഴകും ആയുസ്സും ആരോഗ്യവും അസുഖങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊങ്കാല ഇടുന്നത്. ഇത് 6-7 വർഷമായി. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ടോ ഈ വർഷം? ഈ വർഷം എനിക്കൊരു ക്യാൻസർ ആയിരുന്നു. അസുഖത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അസുഖം മാറിക്കിട്ടാൻ. അങ്ങനെ വിജയകുമാരി 6-7 വർഷമായി. ഇതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ആവശ്യങ്ങളുമായാണ് ആറ്റുകാല അമ്മയുടെ മുന്നിലേക്ക് ഇവരൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ സംസാരിച്ച ആളും, അതായത് ക്യാൻസർ മാറുന്നതിന് വേണ്ടിയിട്ടാണ്, മാറിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അവർ പൊങ്കാല ഇടാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതായത് ഓരോരുത്തരുടെ ഓരോ ആവശ്യങ്ങളും ആറ്റുകാല അമ്മ നിറവേറ്റി തരുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഇവരെല്ലാം ഈ പൊങ്കാല സന്നിധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം. എത്ര വർഷം പൊങ്കാല ഇടുന്നുണ്ട്? 2 കൊല്ലമായതേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ഇവരൊക്കെ ഉണ്ട്, 5-6 പേരുണ്ട്. ഇല്ല, ഞാൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ വന്ന് ഇട്ടേക്കാന്ന്. അതുകൊണ്ട് ഞാൻ വന്ന് കൊറോണയ്ക്ക് മുമ്പ് വന്ന്, പിന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം ആദ്യമായിട്ടാണ് വന്നത്. ഈ ഒരു രാത്രിത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ രാവിലെ 10:00 പണ്ടാരിയടുപ്പിൽ നിന്ന് തീ പകരുന്നതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് ആരംഭമാകുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് നിവേദ്യം. ഈ ഒരു നിവേദ്യത്തിനും ശേഷമായിരിക്കും പൊങ്കാലയ്ക്കായി എത്തിയിരിക്കുന്ന അമ്മമാരൊക്കെ തന്നെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നത്. രതീഷിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.